നമസ്തേ. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് ബി.ജെ.പി പ്രതിനിധി പിഞ്ചു മഹാദേവാണ്. സർ, രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന ആദർശധാരയെ പിൻപറ്റിയെന്ന ഒറ്റ കാരണത്താൽ ഇരുട്ടിന്റെ മറവ് ചീറ്റിയ കമ്മ്യൂണിസ്റ്റുകാർ ഇരു കാലുകളും ഛേദിച്ചു കളഞ്ഞിട്ടും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ശ്രീ സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? തീർച്ചയായും കേരളത്തിലെ ഓരോ സ്വയം സേവകരെ സംബന്ധിച്ചിടത്തോളം സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭയിലേക്കുള്ള പ്രവേശം ഏറ്റവും അധികം സന്തോഷകരവും അതോടൊപ്പം തന്നെ അഭിമാനവും ഉണർത്തുന്നതാണ്. വ്യക്തിപരമായിട്ടൊക്കെ നോക്കുന്ന സമയത്ത് എന്നെ പോലെയുള്ള ആളുകൾക്ക് കുറച്ചും കൂടി അത് സന്തോഷപകരം. കാരണം ഞാനും മാഷും ഒരു സ്കൂളിനകത്ത് ഒരുമിച്ച് ജോലി ചെയ്തതായിരുന്നു. 2020 മാഷ് റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ എനിക്കൊരു 8 വർഷം ജോലി ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. കാരണം സദാനന്ദൻ മാഷ് സ്വയം സേവകരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ സ്വയം സേവകർ നടത്തിയിട്ടുള്ള ധീരമായിട്ടുള്ള പോരാട്ടത്തിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ കാണുന്നത്. തന്റെ 2 കാൽപാദങ്ങളും വെട്ടിയെരിഞ്ഞ് ഛിന്ന ഭിന്നമാക്കിയപ്പോഴും അദ്ദേഹം നമ്മുടെ ആദർശം വിടാനോ ആദർശത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മാഷ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയത്. പഴയതിനേക്കാൾ വലിയ ശക്തമായ പ്രവർത്തനമായിട്ടാണ് മാഷ് പിന്നിട്ട് പോകുന്നത്. തന്റെ കാൽപാദങ്ങൾ അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട്, എന്റെ പഴയ കാലിനേക്കാൾ എനിക്ക് ഇപ്പോൾ വേഗത കൂടുതൽ എന്റെ വെപ്പ് കാലിനാണ്. കാരണം അത്രമാത്രം മാഷ് ഈ സ്വയം സേവകത്തിന്, ഒരു സ്വയം സേവകൻ എങ്ങനെയാകണം എന്നതിന്റെ ഒരു ആദർശ രൂപമായിട്ടാണ് നമ്മൾ എല്ലാവരും മാഷെ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള മാഷുടെ ഈ ഒരു സ്ഥാനലബ്ധി കേരളത്തിലെ എല്ലാ സ്വയം സേവകർക്കും അഭിമാനകരമാണ്. ആനന്ദലബ്ധിക്ക് ഇനിയെന്ത് വേണമെന്ന് പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും വളരെയധികം ആവേശത്തോടു കൂടിയിട്ടാണ് മാഷുടെ ഈ ഒരു സ്ഥാനലബ്ധിയെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. സർ, കാലം എത്ര മുന്നോട്ട് പോയെന്ന് പറഞ്ഞാലും ഇപ്പോഴും ഇടതുപക്ഷ അക്രമ രാഷ്ട്രീയത്തിന് ഒരു അറുതി വന്നിട്ടില്ലല്ലോ. അതിൽ എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? അല്ല, തീർച്ചയായും ഇടതുപക്ഷം അവരുടെ അക്രമ രാഷ്ട്രീയത്തിന് അറുതി വരില്ല. കാരണം ആ പ്രത്യയശാസ്ത്രം തന്നെ രക്തപങ്കിലവും അതോടൊപ്പം തന്നെ അക്രമവുമാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം തന്നെ മുന്നോട്ട് വയ്ക്കുക, വിഭാവന ചെയ്യുന്നത് നമ്മൾ പറയുന്നത് പോലെ റവല്യൂഷനാണ്. ആ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലത്തെ 2 തരത്തിലുള്ള ആളുകൾ തമ്മിലുള്ള റവല്യൂഷനാണ്. അത് എപ്പോഴും റവല്യൂഷൻ ഉണ്ടാവും. അത് അവർ പറയും മുതലാളിത്തത്തിന്റെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ തൊഴിലാളിയുടെ പേര് പറഞ്ഞുകൊണ്ട് വർഗസമരം എന്ന് പറയുന്ന ഒരു ഓമന പേരിട്ടാണ് അവർ നൽകുന്നത്. അതുകൊണ്ട് ആ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ അക്രമമായതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കൽ പോലും ഈ അക്രമം അവസാനിക്കുവാൻ തയ്യാറാവില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ ആ പ്രസ്ഥാനം ഈ മണ്ണിനകത്ത് ഇല്ലാതായാൽ മാത്രമാണ് അതിന്റെ അക്രമ സ്വഭാവത്തിൽ നിന്ന് അവർ മാറി തിരിക്കുക. ഇപ്പൊ കണ്ണൂർ പോലെയുള്ള സ്ഥലത്തൊക്കെ അവർ നടത്തിയിട്ടുള്ള ആക്രമണം, ആ ആക്രമണത്തെയൊക്കെ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ നേരിട്ടതെന്ന് നമുക്കറിയാം. അവിടെയുള്ള അക്രമകാരികളായിട്ടുള്ള നേതാക്കന്മാരാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം. നമ്മൾ മനസ്സിലാക്കണം, ഈ കണ്ണൂരിലെ RSSകാരന്റെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകത്തിൽ പ്രതിയായിട്ടുള്ള പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അതോടൊപ്പം തന്നെ ഈ അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള MBR പോലെ ആള് കുറെ കാലഘട്ടം മന്ത്രിയായിരുന്നു. കേരളത്തിൽ 2 മുന്നണികളിലെയും മന്ത്രിയായിരുന്നു. പിന്നീട് EP ജയരാജനായിക്കോട്ടെ, P ജയരാജനായിക്കോട്ടെ, ഇപ്പൊ വന്നിട്ടുള്ള ആളുകളായിക്കോട്ടെ, അത് അവരുടെ ആ പ്രത്യയശാസ്ത്രത്തിന് ഒരു പ്രശ്നമുണ്ട്. അതങ്ങനെയാണ് എതിരാളികളെ രാഷ്ട്രീയമായിട്ട് ഉന്മൂലനം ചെയ്തുകൊണ്ട് വംശവെറിയുടെയും വംശഹത്യയുടെയും പ്രത്യയശാസ്ത്രമാണ് അവര് എപ്പോഴും പ്രചരിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാമാവശേഷമായാൽ മാത്രമേ ഈ ഒരു തരത്തിലുള്ള അവരുടെ അക്രമം അവർ അവസാനിപ്പിക്കാൻ തയ്യാറാവുകയുള്ളൂ. പക്ഷേ പലപ്പോഴും ഇതിനെതിരെ കേരളത്തിന്റെ മണ്ണിൽ ഈ അക്രമത്തെ വലിയ രീതിയിൽ പ്രതിരോധിക്കേണ്ട വന്ന പ്രസ്ഥാനം RSSും സംഘപരിവാറും BJP ഒക്കെയാണ്. കാരണം നമുക്കറിയാം ഇവരുടെ നമ്മൾ RSSും BJPയും സംബന്ധിച്ചിടത്തോളം സംഘടനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് നമ്മൾ ഗ്രാമാന്തരങ്ങളിൽ നടത്തിയിട്ടുള്ളത്. ഇപ്പൊ RSSകാരായിട്ടുള്ള ആളുകൾ ശാഖ നടത്തുന്ന സമയത്ത് ശാഖയ്ക്കെതിരെ തുടങ്ങിയിട്ടുള്ള ആക്രമണങ്ങൾ, ഈ BJPയുടെ യുവമോർച്ചയുടെയും ABVPയുടെ ഒക്കെ പ്രവർത്തകർ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ട് ജനമധ്യത്തിൽ പ്രവർത്തിക്കുന്ന സമയത്തിൽ അത് അസഹിഷ്ണുത കാണിച്ചുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ, ക്ലാസ് മുറിക്കകത്ത് പോലും ഒരു അധ്യാപകനെ, നമ്മൾ സദാനന്ദൻ മാഷുടെ അധ്യാപകൻ, ഇദ്ദേഹം ഇവർ ചെയ്തത് ഇരുട്ടിന്റെ മറവിൽ അദ്ദേഹത്തെ ഒരു പ്രദേശത്ത് വെച്ചിട്ട് നിഷ്ഠൂരമായിട്ട് അദ്ദേഹം കൊലപാതകം അദ്ദേഹത്തിന് കൊലപാതക ശ്രമം നടത്തിയതുപോലെ തന്നെയായിരുന്നു KT ജയകൃഷ്ണൻ മാഷ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ഒരു അധ്യാപകന് പിഞ്ചു പൈതങ്ങളെ മുമ്പിലിട്ട് കൊന്ന കാപാലികന്മാരാണ്. അപ്പൊ അതുകൊണ്ട് ആ പ്രത്യയശാസ്ത്രം ഒരിക്കലും ഈ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നല്ലാതെ സമാധാനത്തിന്റെ പാതയിൽ പോകുമെന്ന് നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. കേരളം പോലുള്ള സ്ഥലങ്ങളിൽ ശക്തമായ പ്രതിരോധങ്ങൾ ഉയർത്തിയത് കൊണ്ട് മാത്രമാണ് പലപ്പോഴും അവർ ഇത്തരത്തിലുള്ള ആയുധങ്ങൾ താഴെ വെക്കാൻ തയ്യാറായിട്ടുള്ളത്. നാം ഇവിടെ മറ്റൊരു കാര്യം ചർച്ച ചെയ്യേണ്ടത് തന്നെ അദ്ദേഹത്തിന്റെ സദാനന്ദൻ മാസ്റ്ററുടെ ഈ രാജ്യസഭാ പ്രവേശനം CPM അതിനൊരു മോദിയുടെ സമ്മാനമായൊക്കെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്ക് മറ്റൊരു കാര്യം നോക്കാനുള്ളത്
അദ്ദേഹത്തിന്റെ രാജ്യസഭാ പ്രവേശനം ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തെയും കൊലപാതക രാഷ്ട്രീയത്തെയും വിരൽ ചൂണ്ടുന്നത് തന്നെയാണ്. തീർച്ചയായും പലപ്പോഴും ഈ കേരളത്തിലും അല്ലെങ്കിൽ ഇപ്പോ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ കേരളത്തിലെയും ഇന്ത്യയിലെയും പൊതുജനങ്ങൾ പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ അവർ നടത്തിയിട്ടുള്ള അതിനിഷ്ഠൂരമായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ആ കൊലപാതകങ്ങളുടെ ജീവിക്കുന്ന ബലിദാനിയാണ് സദാനന്ദൻ മാസ്റ്റർ. അപ്പൊ സ്വാഭാവികമായിട്ട് സദാനന്ദൻ മാസ്റ്ററെ പോലെ ഒരാൾ പാർലമെന്റിന്റെ രാജ്യസഭയിൽ നിന്ന് നിൽക്കുന്ന സമയത്ത് അത് CPM എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരെ നരേന്ദ്രമോദി സർക്കാർ മോദിജിയും കൊടുക്കുന്ന വലിയൊരു സന്ദേശമാണ്. കാരണം സദാനന്ദൻ മാഷയുടെ കാലുകളെ അവർ ഇത്ര നിഷ്ഠൂരമായിട്ട് വെട്ടിമാറ്റുക മാത്രമല്ല ചെയ്തത്, ആ കാലുകളെ ഒരിക്കൽ പോലും കൂട്ടിയോജിപ്പിക്കരുത് എന്ന് കരുതിക്കൊണ്ട് അതിനെ റോഡിൽ ഉരച്ച് ചളി പുരട്ടിയിട്ട് തോട്ടിലേക്ക് എറിയാണ് ചെയ്തത്. നമ്മൾ നോക്കണം. അപ്പൊ ഒരിക്കൽ പോലും ആ കാലുകൾ, അല്ലെങ്കിൽ പലപ്പോഴും ആ ഡോക്ടർമാർ ആ കാലുകൾ ഒരു വലിയ രീതിയിലകത്ത കാലുകളുമായിട്ട് പിന്നീട് പോയ സമയത്ത് അതിനകത്ത് ഒരിക്കൽ പോലും കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കാത്ത രീതിയിൽ അതിനിഷ്ഠൂരമായിട്ടാണ് അവർ ആ കൃത്യം ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള സദാനന്ദൻ മാഷ് ഇന്ന് ഈ പറയുന്ന രാജ്യസഭയിൽ നിന്നുകൊണ്ട് അഭിമാനത്തോടു കൂടി തല ഉയർത്തിക്കൊണ്ട് നിങ്ങൾ വെട്ടിമാറ്റിയ കാലുകൾ പോയി കഴിഞ്ഞാലും എന്റെ ശരീരവും ജീവനും ജീവിതവും ഞാൻ ഈ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്, ആ പ്രത്യയശാസ്ത്രത്തിന്റെ അടയാളമായിക്കൊണ്ട് ഇന്ത്യയുടെ രാജ്യസഭയ്ക്കകത്ത് നിന്നും സദാനന്ദൻ മാഷ് നിൽക്കുന്ന മനോഹരമായ ഒരു ദൃശ്യം, അത് നരേന്ദ്രമോദി നൽകുന്ന ഒരു സന്ദേശമാണ് അക്രമത്തിനെതിരെ, അനീതിക്കെതിരെ. അതോടൊപ്പം തന്നെ സദാനന്ദൻ മാഷ് ചെയ്ത തെറ്റെന്താണ്? അദ്ദേഹം ഈ രാജ്യത്ത് ഒരു പറ്റം ദേശസ്നേഹികളായിട്ടുള്ള ചെറുപ്പക്കാരെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഒരു പറ്റം ആളുകളെ വന്ദേ മാതരം വിളിക്കാൻ പഠിപ്പിച്ചു, ഭാരത് മാതയ്ക്ക് ജയ് വിളിക്കാൻ പഠിപ്പിച്ചു. ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെക്കുറിച്ചും ഐക്യത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ആ ഒരു തെറ്റ് സദാനന്ദ മാഷ് ചെയ്തുള്ളൂ. അപ്പോ അങ്ങനെ ചെയ്തിട്ടുള്ള അതിന്റെ പ്രതിഫലം എന്നോണം രാഷ്ട്രവിരുദ്ധ ശക്തികൾ സദാനന്ദൻ മാഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ 2 കാലുകളെ ഇത്തരത്തിൽ ഹീനമായ കൃത്യം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് വീട്ടിലിരിക്കുമെന്നാണ് അവർ കരുതിയത്. പക്ഷേ ഇവർക്ക് ആള് മാറി, അദ്ദേഹം വിശ്വസിച്ച പ്രത്യയശാസ്ത്രം മാറി. ആ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് അരകല്ലിലിട്ട് ഉരച്ചെടുത്തുള്ള മാണിക്യം പോലെയുള്ള പ്രത്യയശാസ്ത്രമാണ്. ആ പ്രത്യയശാസ്ത്രത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന സദാനന്ദൻ മാഷ് അഭിമാനകരമായ നിമിഷമാണ് കേരളത്തിൽ ഓരോരുത്തർക്കും. അത് ഈ കേരളത്തിൽ നടക്കുന്ന, ഇന്ത്യയിൽ നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്കെതിരെയുള്ള ലോകത്തിന് നൽകുന്ന വലിയ സംഭാവനയാണ്, അല്ലെങ്കിൽ ഒരു സന്ദേശമാണ് സദാനന്ദ മാഷയുടെ ഈ സ്ഥാനലബ്ധി എന്ന് പറയുന്നത്. സർ, കയ്യും വിട്ടും കാലും വിട്ടും എന്നുള്ള CPM-ന്റെ മുദ്രാവാക്യ വിളി ഇന്നും നിന്നിട്ടില്ല. സാർ ഒരു അധ്യാപകൻ കൂടിയാണ്. നമുക്കറിയാം, ഇപ്പോൾ SFI നടത്തുന്ന ഗുണ്ടാ വിളയാട്ടം സർവകലാശാലകളിൽ, പാഠ്യസ്ഥലങ്ങളാകേണ്ട സർവകലാശാലകൾ ഇപ്പോൾ ഗുണ്ടാ വിളയാട്ടത്തിന്റെ വിടനിലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അല്ല, തീർച്ചയായും ഈ SFI എന്ന് പറയുന്ന ഒരു സംഘം കേരളത്തിലെ കലാലയങ്ങളുടെ ശാപമാണ്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇവരെ പേടിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നമ്മുടെ കലാലയങ്ങളിലൊക്കെ ഉള്ളത്. കാരണം ഹിംസാത്മകമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കൾ എന്ന രീതിയിൽ ഇവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ നമുക്കറിയാം. ഒന്ന്, അധ്യാപകരെ അത്യന്തം നിന്ദ്യമായ രീതിയിൽ ഇവർ എല്ലാ കാലഘട്ടത്തിലും അവർ അധ്യാപകരുടെ സമീപനം അത് തന്നെയാണ്. അതുകൊണ്ട് നോക്കൂ, സരസു ടീച്ചർ റിട്ടയർ ചെയ്യുന്ന സമയത്ത് 10-30 വർഷം പഠിപ്പിച്ച അധ്യാപികയ്ക്ക് കുഴിമാടം ഒരുക്കിയവരാണ് ഇവർ. മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പറുടെ കസേര കത്തിക്കുന്നു. ഇപ്പോ VC-മാർക്കെതിരെ ഇവർ നടത്തുന്ന വലിയ സമരം എന്ന് പറയുന്ന കോപ്രായങ്ങൾ ഒക്കെ അക്രമം തന്നെയാണ്. കാരണം ഇവരുടെ ഒരു പ്രത്യയശാസ്ത്രത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, DYFI ആയിക്കോട്ടെ, അവർക്ക് ഇഷ്ടമില്ലാത്ത എതിരാളികളെ രാഷ്ട്രീയപരമായി ഉന്മൂലനം ചെയ്യുക എന്നുള്ളൊരു പ്രത്യയശാസ്ത്രത്തിലാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രത്യയശാസ്ത്രത്തിന്റെ ഈ പറയുന്ന കുട്ടിക്കുരങ്ങന്മാരായിട്ടുള്ള SFI-ക്കാർ ഇത് തന്നെയാണ് ചെയ്യുന്നത്. അവർ നടത്തുന്ന അത്യന്തം ഈ ജനാധിപത്യ ധ്വംസനം നടത്തുന്നു. ഇപ്പൊ നോക്കി, എത്ര വിദ്യാർത്ഥികളുടെ ജീവനാണ് ഇവർ കളഞ്ഞിട്ടുള്ളത്. ഇപ്പോ ABVP-യുടെ തന്നെ അനവധി പ്രവർത്തകന്മാരെ, അനൂപ്, സുജിത്ത്, കിങ്കരുണാകരൻ, ബിംബി, മുരുകാനന്ദൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അനവധി ബലിദാനികളെയാണ് ABVP പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇവർ നടത്തുന്ന സമരാഭാസങ്ങൾ, ഇവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾക്കെതിരെ സമരം ചെയ്യുക, VC-യുടെ കയ്യും കാലും വിട്ടുവെന്ന് പറയുക, VC-യെ ഞങ്ങൾ ഉറങ്ങാൻ അനുവദിക്കില്ല, ഞങ്ങൾ നടക്കാൻ അനുവദിക്കില്ല എന്ന് പറയുക. അപ്പൊ ഇതൊക്കെ ഒരു സത്യത്തിൽ ഫാസിസമാണ്. അതുകൊണ്ട് ഇവര് പറയുന്ന സ്വാതന്ത്ര്യം, ജനാധിപത്യം, സാഹോദര്യം എന്നൊക്കെ വലിയ വായിൽ വിളിച്ചൂതുമെങ്കിലും ഈ പറയുന്ന കുട്ടിക്കരക്കന്മാരെ കൊണ്ട് ചുട്ടുചോറ് മാന്തിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് എല്ലാ കാലഘട്ടത്തിലും CPM ചെയ്തിട്ടുള്ളത്. കാരണം ഭരണവിരുദ്ധ വികാരങ്ങൾ വരുന്ന സമയത്ത്, ജനരോഷം എതിരാകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് ഇത് SFI-യുടെ ഈ സമരമാഭാസം ഒക്കെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ വന്ന സമയത്ത് ഇവർ നടത്തിയ സമരം എന്താ? അവസാനം ആരിഫ് മുഹമ്മദ് ഖാന്റെ മുമ്പിൽ മുട്ടുമുടക്കിയിട്ടാണ് SFI-ക്കാരുടെ സമരം
സമരപരിപാടികളൊക്കെ അവസാനിപ്പിച്ചത്. അത് തന്നെയായിരിക്കും 6 ഏക്കറുമായിട്ടുള്ള സമരവുമായി ബന്ധപ്പെട്ടും BC-മാരുമായിട്ടുള്ള സമരത്തിനും ഒക്കെ സംഭവിക്കാൻ പോകുന്നത്. കാരണം ജനവിശ്വാസം നഷ്ടമായിട്ടുള്ള, വിദ്യാർത്ഥി ഹൃദയങ്ങളിൽ നിന്ന് സ്ഥാനം നഷ്ടപ്പെട്ടുള്ള SFI ഇപ്പൊ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് CPM-ന്റെ ഭരണവിരുദ്ധ വികാരങ്ങൾ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കോപ്രായങ്ങളുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. ഇപ്പൊ നോക്കൂ, എത്ര ഈ സത്യത്തിൽ ഈ BJP നരേന്ദ്രമോദി സർക്കാരും ഈ ഗവർണറും വന്നതിന് ശേഷമാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് കരാള ഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നോക്കുന്ന സമയത്ത് ഈ DYFI-കാരുടെയും SFI-കാരുടെയും ഒക്കെ ഭാര്യമാർക്ക് തൊഴിൽ നേടാനുള്ള ഒരു സ്വയം തൊഴിൽ കേന്ദ്രമായിട്ടാണ് യൂണിവേഴ്സിറ്റികളുടെ നിയമനങ്ങളെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പൊ ഒരു പരീക്ഷ നടക്കുകയാണെങ്കിൽ പോലും അത് സുതാര്യതയില്ല. ഒരു PhD പരീക്ഷ നടത്തുകയാണെങ്കിൽ പോലും സുതാര്യതയില്ല. ആ ചോദ്യപേപ്പർ ചോർത്തി കൊടുത്തുകൊണ്ട് ഇവിടുത്തെ മുഴുവൻ യുവജനങ്ങളെയും വഞ്ചിക്കുന്ന സമീപനവുമായിട്ടാണ് SFI-യും DYFI-യും പോവുക. ഇനി SFI-യുടെയും DYFI-യുടെ ഒക്കെ നേതാക്കന്മാർക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല PhD ഒക്കെ ഉള്ള ആളുകളായിട്ടാണ് നമ്മൾ കേൾക്കുക. ഡോക്ടർ ചിന്തോ ചെറോം അല്ലെങ്കിൽ ഡോക്ടർ ഇന്ന ആളുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒക്കെ തട്ടിപ്പാണ്. വാഴക്കൊല ഏതാണ് മണ്ണാങ്കട്ട എന്നറിയാത്ത ആളുകൾക്ക് PhD കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ഈ കേരളത്തിന്റെ പൊതു വിദ്യാഭ്യാസം മാറുന്നത്. അപ്പൊ കേരളം നേടിയിട്ടുള്ള പൊതുവിദ്യാഭ്യാസത്തിൽ നേടിയിട്ടുള്ള വലിയ നേട്ടങ്ങളെ തകർക്കുന്ന ഒരു പ്രസ്ഥാനം അത് ഇടതുപക്ഷമാണ്. അതുകൊണ്ട് തന്നെ നോക്കും, ഇന്ന് നമ്മുടെ സർവകലാശാലകളിലേക്ക് വരാൻ കുട്ടികൾ ആഗ്രഹിക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ SFI പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ ഈ പിടിയിൽ അകപ്പെടുമെന്നുള്ള ഭയമാണ്. കാരണം SFI-യുടെ പ്രവർത്തനങ്ങൾ ആകൃഷ്ടമായിക്കൊണ്ട് ഒരു ക്യാമ്പസ് ആണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ട് കഞ്ചാവ് മാഫിയയ്ക്ക് വളരാനുള്ള അവസരമുണ്ട്, MDM മാഫിയയ്ക്ക് വളരാനുള്ള അവസരമുണ്ട്, അവിടെ അരാജകത്വ ലൈഫിനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യയശാസ്ത്രപരമായിട്ട് പലരും തങ്ങളുടെ മക്കളെ ഗവൺമെന്റ് കോളേജിലേക്കോ എയ്ഡഡ് കോളേജിലേക്കോ ഒക്കെ പറഞ്ഞയക്കാതിരിക്കാനുള്ള കാരണവും നാം ഇന്ന് കാണുന്ന തരത്തിലുള്ള കോളേജുകളുടെ തകർച്ചയ്ക്കുള്ള കാരണം എന്ന് പറയുന്നത് ഒരു സംശയം വേണ്ട ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പ്രത്യേകിച്ച് SFI-യുടെ പ്രവർത്തനങ്ങളും കൊണ്ടാണ്. ഇപ്പൊ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന സംവിധാനത്തിലേക്കാണ് നമ്മുടെ കുട്ടികൾ പോകുന്നത്. അപ്പൊ അങ്ങേയറ്റം വിദ്യാഭ്യാസ മേഖലയുടെ അത് യൂണിവേഴ്സിറ്റി തലം മുതലായിക്കോട്ടെ, സ്കൂൾ തലമായിക്കോട്ടെ, അങ്ങനെ എല്ലാ മേഖലയിലും തകർത്തു തരിപ്പണമാക്കുകയാണ് ഈ പറയുന്ന പ്രസ്ഥാനങ്ങൾ. അതിന് ഇവർക്ക് കൃത്യമായിട്ടുള്ള അവരുടെ ഇപ്പൊ KST അവരുടെ അധ്യാപക സംഘടനയാണ്. ആ അധ്യാപക സംഘടന കാരണമാണ് കേരളത്തിൽ ഗവൺമെന്റ് സ്കൂളുകൾ മുഴുവൻ തകർന്ന് തരിപ്പണമാകാനുള്ളത്. കാരണം അവരുടെ രാഷ്ട്രീയപരമായ ഇടപെടലുകൾ, സമരങ്ങള്, കുട്ടികളെ പഠിപ്പിക്കാനുള്ള ആത്മാർത്ഥതയുടെ കുറവ്. ഈ പറയുന്ന ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം നശീകരണത്തിന് പ്രത്യയശാസ്ത്രമാണ്. ആ പ്രത്യയശാസ്ത്രത്തെ ഈ മണ്ണിൽ നിന്ന് ഉന്മൂലനം ചെയ്താൽ മാത്രമേ ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗതി ഉണ്ടാവുകയുള്ളൂ, സാമ്പത്തിക പുരോഗതി ഉണ്ടാവുള്ളൂ, രാഷ്ട്രീയപരമായി കൊണ്ട് ഈ രാജ്യം മുന്നോട്ട് വരികയുള്ളൂ. കാരണം ആ പ്രത്യയശാസ്ത്രം നെഗറ്റീവിൽ നിന്നുണ്ടായ പ്രത്യയശാസ്ത്രമാണ്, അത് വംശീയതയിൽ നിന്നുണ്ടായ പ്രത്യയശാസ്ത്രമാണ്. വർണ്ണ വ്യത്യാസമില്ലെന്ന് പറയുമ്പോഴും വർഗ സമരത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രമാണ്. മതപ്രീണനം നടത്തി ഇവിടുത്തെ മതഭീകരവാദ സംഘടനകൾക്ക് ഒത്താശ പാടുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് സമൂലമായിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഈ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഓരോ ജനാധിപത്യ വിശ്വാസികളുടെയും ഉള്ള പ്രധാനപ്പെട്ട ആവശ്യം. അങ്ങനെയായാൽ തന്നെ മാത്രമാണ് ഈ സമ്പൂർണ്ണമായിട്ടുള്ള ഈ രാജ്യത്തിന്റെ വികസനം മുന്നോട്ട് പോവുകയുള്ളൂ. എന്തായാലും വ്യാപരിച്ച മേഖലകളിലെല്ലാം തന്നെ നിസ്വാർത്ഥമായ സേവനം കാഴ്ചവെച്ച സദാനന്ദൻ മാസ്റ്റർക്ക് രാജ്യസഭാംഗം എന്ന നിലയിലും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി സർ.